ഒരിക്കലൊരു കർഷകൻ ഒരു തത്തയെ വീട്ടിൽ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് വളർത്തി. അതേപോലെ തന്നെ ഒരു അണ്ണാനെയും കൂട്ടിലിട്ട് വളർത്തി. ഇത് രണ്ടും തക്കം കിട്ടിയാൽ പുറത്തു പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം അറിയാതെ കൂട് തുറന്നപ്പോൾ ഈ അണ്ണാനും തത്തയും പുറത്ത് ചാടി എവിടേക്കോ പോയി. അപ്പോൾ കർഷകന് ഭയങ്കര ദേഷ്യവും സങ്കടവും എല്ലാം വന്നു. നേരം ഒരു കാര്യം ചെയ്യാം, ഈ തത്തയെ അണ്ണാനെയൊക്കെ ആയിട്ടല്ലേ അത് കൂട് വിട്ടു പോകുന്നത്, എന്നാൽ ഒരു ഫലവൃക്ഷത്തൈ കൊണ്ടുവന്ന് വയ്ക്കാം, അതിനെ പരിചരിക്കാം, അതെങ്ങും പോകത്തില്ലല്ലോ എന്ന് കരുതി ഒരു മാന്തൈ കൊണ്ടുവന്ന് കർഷകൻ വെച്ചു. അപ്പോൾ അതിനെ നിരന്തരം പരിചരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം അത് വലിയൊരു മാവായി മാറി. നല്ല പഴുത്ത മാങ്ങകൾ ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം ഈ അറിയാതെ മരത്തിലിങ്ങനെ നോക്കുമ്പോൾ അന്ന് പറന്നുപോയ തത്തയും അണ്ണാനും അതിൽ സുഖമായിട്ടിരിക്കുന്നു. അപ്പം മനസ്സിലായി, നമ്മൾ കൂട്ടിലിട്ട് വളർത്തിയതുകൊണ്ടാണ് അത് പോയത്. ഇപ്പം മരം വളർന്ന് പന്തലിച്ച് വലുതായി ഫലങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിന് യഥേഷ്ടം വിഹരിക്കാനുള്ള വാസസ്ഥലമായി. അതുകൊണ്ടത് പോലും കർഷകന് സന്തോഷം തോന്നി. അങ്ങനെ ഈ കർഷകൻ വളരെ ആത്മാർത്ഥതയോടെ ഈ അണ്ണാനെയും ഈ തത്തയും ഈ മരവും കൂടെ സംരക്ഷിച്ചു. അപ്പോൾ 1973 മുതൽ നമ്മൾ ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നു. ഇന്ന് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ ഫലവൃക്ഷ തൈ ഉണ്ടാകുന്ന പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മൾ പിന്നാമ്പുറത്ത് ചുമ്മാതെ കൊണ്ടുവന്ന് കളയും, ലക്ഷ്യമില്ലാതെ ഇടും. അപ്പോൾ അത് ചിലപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നല്ല തൈയായിട്ട് വന്ന് പടുകൂറ്റൻ ഫലവൃക്ഷങ്ങളാകും മാറുന്നു. പണ്ടൊക്കെ ആശുപത്രികളിലൊക്കെ വൻ മരങ്ങൾ കാണും. അത് ആശുപത്രിയിലെ രോഗികൾക്കും രോഗികളെ കാണാൻ വരുന്നവർക്കും ഒക്കെ നല്ല ഒരു തണലായിരുന്നു. ഇന്ന് നമുക്ക് കാടുകളില്ല, പുഴകളില്ല, അതുപോലെ പല കാര്യങ്ങളുമില്ല. മരങ്ങൾ എല്ലാം നമ്മൾ വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു മരം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു തൈ വയ്ക്കുക വളരെ പാടാണ്. ഉള്ള മരം വെട്ടിക്കളയുന്നതിന് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ഒരു വൃക്ഷത്തൈ വെച്ചുകൊണ്ട് പരിസ്ഥിതി ദിന ആചരണത്തിൽ പങ്കുചേരാം. എല്ലാവരുടെയും കൂട്ടമായ പ്രവർത്തനം കൊണ്ട് നമ്മുടെ നാട്ടിൽ പച്ചിപ്പ് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. എല്ലാവരും പങ്കാളികളാകുക. താങ്ക് യു.